ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ കല്ല് പെറുക്കി കളഞ്ഞു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 5-ാം അധ്യായം 2-ാം വാക്യം. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. നമ്മുടെ സ്നേഹനിധിയായ കർത്താവ് നമുക്കായി ചെയ്തിരിക്കുന്ന മഹത്തായതും അത്ഭുതകരവുമായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയുന്നു. അതെ, ഫലഭൂഷ്ടവുമായ ഒരു കുന്നിലേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുവന്നത്. തന്റെ വിലയേറിയ രക്തത്താൽ അവൻ നമ്മെ ചുറ്റിപ്പറ്റി. തീയുടെ മതിലായി അവൻ നമ്മെ വലയം ചെയ്തു. അവൻ കല്ലുകൾ വൃത്തിയാക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ കല്ലുകൾ? ഇവയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഇടർച്ചകൾ, നമ്മുടെ ജീവിത പാതയിൽ വരുന്ന തടസ്സങ്ങൾ, പ്രതിയോഗി നമുക്കായി വെച്ചിരിക്കുന്ന കെണികൾ. എന്നാൽ കർത്താവ് നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ എന്റെ കൈകളിൽ വഹിക്കും, അങ്ങനെ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകുകയില്ല എന്ന്. സാത്താൻ കൊണ്ടുവരുന്ന എല്ലാ ഇടർച്ചകളിൽ നിന്നും, നിങ്ങളുടെ പാദങ്ങളിൽ കുടുങ്ങാനുള്ള അവന്റെ എല്ലാ കെണികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഫലഭൂഷ്ടമായ നിലത്ത് വയലുകൾ ഉഴുതുമറിക്കുന്നവരെ നോക്കൂ. വയലിൽ എന്തെങ്കിലും കല്ലുകളോ ഉരുളൻ കല്ലുകളോ കണ്ടാൽ അവർ അവഗണിക്കില്ല. എന്നാൽ അത് ഉഴുതുമറിച്ചാലും അവ നീക്കം ചെയ്യുന്നു. നിലത്ത് കല്ലുകൾ ഉണ്ടെങ്കിൽ ചെടികൾക്ക് ആഴത്തിൽ വേരുപിടിക്കാൻ കഴിയുകയില്ല. ആ കല്ലുകൾ ചെടികളുടെ വളർച്ചയെ തടയുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കല്ലുകൾ എന്താണ്? ബൈബിൾ പറയുന്നു, അവ ഈ ലോകത്തിന്റെ കരുതലും സമ്പത്തിന്റെ വാഞ്ചയും മറ്റുള്ള വസ്തുക്കളോടുള്ള ആഗ്രഹവുമാണെന്ന്. അത് നിഷ്ഫലമായി തീരുന്നു എന്ന് മർക്കോസ് 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു. കൂടാതെ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ പ്രതാപം എന്നിവയും ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും കർത്താവിൽ ആഴത്തിൽ വേരൂന്നിയതിൽ നിന്ന് നമ്മെ തടയുകയും ചെയ്യുന്ന തടസ്സങ്ങളാണ്. ഈ കല്ലുകൾ നീക്കം ചെയ്യാൻ കർത്താവ് തന്നെ തിരഞ്ഞെടുത്തു. ചിലരുടെ ജീവിതത്തിൽ കയ്പിന്റെയും നീരസത്തിന്റെയും കല്ലുകൾ ഉണ്ടാകും. എന്തിനെക്കുറിച്ചും അവർ പിറുപിറുക്കും. എല്ലാത്തിലും കുറ്റം കണ്ടെത്തി രോഷത്താൽ നിറയും. മറ്റു ചിലരുടെ ജീവിതത്തിൽ ദേഷ്യത്തിന്റെ കല്ലുകളുണ്ട്. കാരണമില്ലാതെ ദേഷ്യപ്പെടുകയും മനസ്സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ലൗകിക സമ്പത്ത്, ലൗകിക അഭിനിവേശം, ലൗകിക സൗഹൃദങ്ങൾ, കള്ളം, മോഷണം, കുശുകുശുപ്പ്, വൃദ്ധമായ തർക്കങ്ങൾ തുടങ്ങിയവ മറ്റു ചിലരുടെ ജീവിതത്തിൽ കല്ലുകളാണ്. അത്തരം ആളുകൾക്ക് ജീവിതത്തിൽ ഉയർന്ന ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ കല്ലുകളെല്ലാം നീക്കം ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് തന്റെ ദാസന്മാരിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ കല്ലുകളെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുന്നു. തിരുവെഴുത്ത് വാക്യങ്ങളിലൂടെ നിങ്ങളെക്കാൾ ആത്മീയ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ ഉയർച്ചയെക്കുറിച്ചും അവൻ കൂടുതൽ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ കല്ലുകളിലേക്കും ഇടർച്ചകളിലേക്കും കർത്താവ് വിരൽ ചൂണ്ടുമ്പോൾ ഈ കല്ലുകൾ നീക്കം ചെയ്യുന്നത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു കൂട്ടായ്മ പരിശ്രമമാണ്. ദൈവമക്കളെ, കർത്താവിന് കീഴടങ്ങുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമായി പ്രവർത്തിക്കുന്ന എല്ലാ കല്ലുകളും നിങ്ങൾക്ക് ദൃഢമായും ഉറപ്പായും നീക്കം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സദൃശ്യവാക്യങ്ങൾ 24-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ പോയി. അവിടെ മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കൺമതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി 18-19 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി 6-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.